ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മോമി റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. ഇങ്ങനെ നന്നായിട്ട് സ്റ്റിഫായിട്ട് ക്രീം ബീറ്റ് ചെയ്യുക കേക്കിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ടിപ്സും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് ആദ്യം തന്നെ വിപ്പിംഗ് ക്രീംസിനെ കുറിച്ചിട്ട് പരിചയപ്പെടാം. നമുക്ക് കേക്കിനായിട്ടൊക്കെ ആവശ്യമായിട്ടുള്ളത് നോൺ ഡയറി വിപ്പിംഗ് ക്രീംസ് ആണ്. വിവോ, റിച്ച് ഗോൾഡ്, ഫിയോന, ഈ 3 ബ്രാൻഡ്സാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളത്. 3ഉം നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് ഫ്രീസറിലാണ്. പിന്നെ ഫ്രീസറിന് നേരെ എടുത്തിട്ട് തന്നെ നമ്മളിത് ബീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ആകുമ്പം ക്രീം സ്റ്റിഫായിട്ടൊക്കെ കിട്ടും, പക്ഷേ കുറേ നേരമൊന്നും അത് നിൽക്കില്ല, വേഗം തന്നെ അത് ലൂസായിട്ട് പോവും. അപ്പം നമ്മൾ ബീറ്റ് ചെയ്യണതിൻ്റെ മുന്നേ ഞാൻ ഒരു രാവിലെയൊക്കെ ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ അത് ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്കാണ് മാറ്റൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ഇങ്ങനത്തെ ഈ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബീറ്റ് ചെയ്യേണ്ടത്. വിവോ അതുപോലെ തന്നെ ഫിയോന, ഇത് രണ്ടും നല്ലോണം ലൂസായിട്ടാണ് വരുന്നത്. പക്ഷേ റിച്ച് ഗോൾഡ് അത്യാവശ്യം നല്ല കട്ടിയിലാണ്, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ബീറ്റായിട്ട് കിട്ടണില്ല. ഫിയോന ആൻഡ് വിവോ ഇത് രണ്ടും നല്ല പെട്ടെന്ന് തന്നെ ബീറ്റായിട്ട് കിട്ടും. ഒരു 4 മിനിറ്റിൽ ബീറ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ അത് വാങ്ങാം നല്ലത്. പിന്നെ ഇത് നമ്മൾ നല്ല പോലെ തന്നെ എടുത്തിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ല പോലെ തന്നെ സ്റ്റാപ്പിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ലപോലെ സെല്ലോ ടാപ്പ് ഇട്ട് നല്ലോണം റാപ്പ് ചെയ്തിട്ട് വേണം ഇതെടുത്ത് വെക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടുവരും. പിന്നെ വീണ്ടും നമ്മൾ ഫ്രീസറിലാണ് സൂക്ഷിച്ച് വെക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ വേറെ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ്. വിവോയുടെ ക്രീം വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ബീറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. അതും നോൺ ഡയറി വിപ്പിംഗ് ക്രീം തന്നെയാണ്. ഇത് വിവോയുടെ പുതുതായിട്ട് വന്നിട്ടുള്ളൊരു പാക്കിങ്ങിൽ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ റേറ്റ് 220 ആണ്. പക്ഷെ നമുക്ക് കേക്ക് ഷോപ്പിൽ നിന്ന് 160 ആണ് കിട്ടിയത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിയോനിൻ്റെ പോലെ ഇതും നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ് വരുന്നത്. നല്ല സിമ്പിളായിട്ട് തന്നെ ബീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടാണ് നിങ്ങൾക്ക് ബീറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ അതാ വിവോയുടെ ക്രീം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ലൂസാണ്. പക്ഷെ തണുപ്പ് വിട്ടു പോകരുത് കേട്ടോ. നല്ല തണുപ്പ് തന്നെ വേണം, എന്നാലേ നല്ലോണം ബീറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബീറ്ററിൻ്റെ ബ്ലേഡ്, ബൗള്, അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ കപ്പിൽ അളന്നുകൊണ്ട് കപ്പ്, മെഷറിംഗ് കപ്പ്, ഇത് 3ഉം നല്ല ഡ്രൈ ആയിരിക്കണം. വാട്ടർ കണ്ടൻറ്റ് ഒട്ടും പാടില്ല. അങ്ങനെ വന്നാൽ ക്രീം ബീറ്റായിട്ട് കിട്ടൂല. നല്ല പോലെ തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ട് മാത്രം ബീറ്റ് ചെയ്യുക. പിന്നെ ഞാനിവിടെ ടൈമർ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 1-ലിട്ടിട്ട് ആദ്യം തന്നെ ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക. ഏകദേശം ഒരു 30 സെക്കൻഡ്സൊക്കെ ഒന്ന് ബീറ്റ് ചെയ്യുക 1 എന്നുള്ള നമ്പറിൽ. എൻ്റെ ബീറ്ററിൽ 5 നമ്പേഴ്സാണുള്ളത്. അപ്പോൾ ആദ്യം 1-ലിട്ടിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. ഒരു 30 സെക്കൻഡ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 2 എന്നുള്ള നമ്പറിലേക്ക് പോവും. എന്നിട്ട് നല്ല പോലെ തന്നെ സെയിം ഡയറക്ഷനിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്യാം. ഡയറക്ഷൻ മാറ്റാൻ പാടില്ല, സെയിം ഡയറക്ഷനിൽ തന്നെ ആക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്യാം. പിന്നെ ഇങ്ങനെ നമ്മൾ സ്പീഡ് ഇങ്ങനെ കൂട്ടി കൊടുക്കുക, പതുക്കെ കൂട്ടി കൊടുക്കുക. ഏകദേശം ഒരു 4 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലോണം സ്റ്റിഫാവും. പിന്നെ ബീറ്ററിൻ്റെ സ്പീഡിനനുസരിച്ച് അതേപോലെ തന്നെ റൂം ടെമ്പറേച്ചറിനനുസരിച്ചിട്ടാണ് ടൈമിങ്ങിലൊക്കെ വ്യത്യാസം വരിക. പിന്നെ നല്ല തണുത്ത ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബീറ്റായിട്ട് കിട്ടും. അഥവാ നിങ്ങൾക്ക് ബീറ്റായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബൗള് തണുത്ത വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് അങ്ങനെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ലോണം ബീറ്റായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പഞ്ചസാര ഞാൻ ആഡ് ചെയ്യലില്ല. പഞ്ചസാരയും വാനില എസൻസും ഞാൻ ഇതിൽ ആഡ് ചെയ്യലില്ല. അങ്ങനെ ആഡ് ചെയ്യുന്നവരുണ്ട്. പിന്നെ നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നല്ല പൊടിച്ചിട്ടുള്ള പഞ്ചസാര മാത്രം ഇതിലേക്ക് യൂസ് ചെയ്യുക.
ഇപ്പോൾ ഇതാ ഏകദേശം 2 മിനിറ്റ് ആവാറായി. ക്രീം നല്ലോണം കട്ടിയായിട്ടും വന്നിട്ടുണ്ട്. മാത്രമല്ല ബീറ്ററിൻ്റെ ബ്ലേഡ്സിൻ്റെ അടയാളം നല്ലോണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടെ ബീറ്റ് ചെയ്താൽ മതിയാവും. നല്ലോണം സ്റ്റിഫായിട്ട് തന്നെ കിട്ടും. പിന്നെ നേരത്തെ പറയാനായിട്ട് വിട്ടുപോയതാണ്, നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യൂല. അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം നമ്മൾ ഐസ്ക്രീം ഡെസേർട്സിനൊക്കെയാണ് യൂസ് ചെയ്യുക. അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്താൽ നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടൂല. നല്ലോണം സ്റ്റിഫായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് പറ്റൂല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ക്രീമിലേക്ക് നമ്മൾ കളർ ആഡ് ചെയ്യാൻ 2 മെത്തേഡാണ് ഉള്ളത്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ക്രീം ലിക്വിഡ് കളറും ആവാം അല്ലെങ്കിൽ ജെൽ കളറും ആവാം. ആദ്യം തന്നെ ഇതിലേക്ക് ഡ്രോപ്പായിട്ട് ഇട്ടിച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ജെൽ കളർ, ലിക്വിഡ് കളർ യൂസ് ചെയ്താൽ കുറച്ച് ലൂസാവും. അതുകൊണ്ട് ജെൽ കളർ യൂസ് ചെയ്യുക. ജെൽ കളർ ആഡ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഈ 2 മെത്തേഡിലാണ് നമുക്കിതിലേക്ക് കളേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുക. പിന്നെ പറയാനുള്ളത്, നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബൗളിനെ കുറിച്ചാണ്. അത് നമുക്ക് പ്ലാസ്റ്റിക്, പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ്, സ്റ്റീൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക. കുറച്ച് വീതി കുറഞ്ഞിട്ടുള്ള ബൗൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വീതി കുറഞ്ഞ് കുറച്ചിങ്ങനെ കുഴിഞ്ഞിട്ടുള്ള ബൗൾ യൂസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബീറ്റായിട്ട് കിട്ടും. പിന്നെ ഇപ്പോൾ ഞാൻ ഈ ഒരു ബൗളും അതേപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡൊന്നും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടില്ല. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യലില്ല. ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത് തണുപ്പ് വിട്ടു പോകുമ്പോൾ അതിൽ വാട്ടർ ഡ്രോപ്സ് ഇങ്ങനെ വരും. അതിനോണ്ട് തന്നെ അങ്ങനെ ചെയ്യലില്ല. ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ബീറ്റായിട്ട് കിട്ടലില്ല. അതിനോട് തന്നെ ഇപ്പോൾ ചെയ്യലില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐസ് ക്യൂബ്സ് ഉള്ള വെള്ളത്തിൽ ഇത് ഇറക്കി വെച്ചിട്ട് അങ്ങനെ ബീറ്റ് ചെയ്താൽ മതി. എന്നാലും നല്ല പോലെ തന്നെ കിട്ടും. ഇപ്പോൾ ഇതാ ഏകദേശം 4 മിനിറ്റ് ആവാറായിട്ടുണ്ട്. ഇപ്പോൾ ബീറ്റർ നമുക്ക് ഇങ്ങനെ ഇളക്കാനായിട്ട് നല്ലോണം ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ 4 മിനിറ്റ് ആയി. ഇനി ഇതാ ഞാൻ ബീറ്റർ എടുത്ത് നോക്കിയപ്പം നല്ലോണം സ്റ്റിഫായിട്ടുണ്ട്. 4 മിനിറ്റ് തന്നെ സ്റ്റിഫായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ബീറ്ററിൻ്റെ ബ്ലേഡ്സ് എടുത്ത ഒരു ഭാഗത്ത് 2 സർക്കിളിലുള്ള ഹോൾസ് പോലെ ഫോം ചെയ്യും. അത് തന്നെയാണ് എന്താ പറയുക ബീറ്റായി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല സൈന്. പിന്നെ ഇത് ബീറ്റായി കഴിഞ്ഞാൽ നല്ലോണം സ്റ്റിഫായിട്ട് ബീറ്റായി കഴിഞ്ഞാൽ വീണ്ടും ഇട്ടിട്ട് ബീറ്റ് ആക്കണ്ട. പിന്നെ അത് ക്രീം ലൂസായിട്ട് പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ ബീറ്റർ ക്രീമിനെയൊക്കെ കുറിച്ചിട്ട് പറയാനായിട്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ന്യൂർ N1 എന്ന് പറഞ്ഞിട്ടുള്ള നോസിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതാ നമ്മൾ വിപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രീം വെച്ചിട്ട് കുറച്ച് ഡിസൈൻസാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ കമൻസും അതുപോലെ തന്നെ ഫീഡ്ബാക്സും ഒക്കെ മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് മോമി റെസിപ്പീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.